ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്ന് മമ്മി കപ്പ കറി വെക്കാൻ പോവാണ്. ഇത് ഭയങ്കര വെറൈറ്റിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ മമ്മി എന്താണെന്നറിയില്ല, ഇപ്പോൾ വെറൈറ്റികളാണ് പിടിക്കുന്നത്. അപ്പം ഇന്ന് മമ്മിക്ക് പണ്ടത്തെ റെസിപ്പി ബുക്ക് കിട്ടിയിട്ടോ, അതിൽ പിന്നെ അതും ഇതും എല്ലാം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ പുറകെ എടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ കാണാം കേട്ടോ. അപ്പോൾ അതേ മമ്മി എല്ലാം പുഴുങ്ങിയൊക്കെ വെച്ചിട്ടുണ്ട്. പരിപ്പ് ഇട്ടാട്ടോ നമ്മളിന്ന് കപ്പക്കറി വെക്കണത്. ഈ പരിപ്പ് വേവിച്ച് വെച്ചേക്കുവാണ്. കപ്പയും വേവിച്ച് കോരി വെച്ചേക്കുവാണ് ഞാൻ. ഇനി നമുക്കിത് രണ്ടും കൂടെ അടുപ്പത്ത് ഇട്ട് തേങ്ങായി കൊതുക്കിയിട്ട് വെക്കണം. അപ്പം നമുക്കിത് കുറച്ച് കപ്പയായിട്ട് ഇടാവുള്ളൂ. ഈ പരിപ്പ് അല്ല വേവിച്ച് വെച്ചത് പരിപ്പും കൂടി ഇടാം, ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളക്കട്ടെ. ശകലം ഉപ്പിടാം. വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ട് കൊടുത്തു. നമുക്ക് ഇച്ചിരി തേങ്ങ ചതച്ച് വാരിയെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇത്ര സാധനങ്ങളാണ്. ഒന്ന് വെളുത്തുള്ളി, പച്ചമുളക്, തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, ഉള്ളി, കരിവേപ്പില, ഇത്രയും സാധനം. അപ്പോൾ തേങ്ങ ഒരു ശകലം കഴന്നു പോയി, ഞാനത് ഒന്ന് അടിച്ചെടുക്കണം. ഇത് ഞാൻ അരച്ചോണ്ട് വറ്റ കേട്ടോ. നമ്മൾ ചക്ക ഒക്കെ പുഴുങ്ങൂലേ, അന്നേരം അരക്കണ പോലെ അതങ്ങ് അരച്ചാൽ മതിയേ. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് അരപ്പൊന്ന് ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് അതേക്ക് വേണ്ട അരച്ചത് നമുക്ക് അതിലേക്ക് ഇടാം കേട്ടോ. ഇത്തിരി വെള്ളവും കൂടെ കഴുകി ഒഴിക്കാം. നമ്മൾ ചോറിൻ്റെ കൂടെ കോരി ഒഴിച്ച് കഴിക്കാനുള്ളതാണ്. തിളക്കട്ടെ. ഇച്ചിരി ഉള്ളിയും മുളകും കടുകും ഒക്കെ കൂടെ മൂപ്പിച്ചിടാം. രണ്ട് ഉഴുന്ന് പരിപ്പിടാം. ഉള്ളി, കരിവേപ്പില, ഉണക്കമുളക്, കപ്പയും പരിപ്പും കൂടെയാണ്. പരിപ്പ് വേവിച്ച് മാറ്റി വെക്കണം, കപ്പയുടെ കൂടെ വേവിക്കരുത്, പരിപ്പ് വേവില്ല. അപ്പോൾ ഉണ്ടോ, നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. റെഡിയായി. ഇനി ഇതൊന്ന് തിളച്ച് നമുക്കൊന്ന് സർവ് ചെയ്യാവേ. അപ്പോൾ ഗൈസ്, നമ്മുടെ കപ്പയും പരിപ്പും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മറക്കാണ്ട് ട്രൈ ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ കാണാം. ബൈ ബൈ.